ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമസോൺ പ്രൈമിൽ റിലീസ് ആയിട്ടുള്ള രജനി എന്ന് പറയുന്ന മൂവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ തിയേറ്റർ റിലീസായിട്ട് ഇറങ്ങിയ ഒരു പടം തന്നെയായിരുന്നു രജനി എന്ന് പറയുന്നത്. കാളിദാസ് ജയറാമാണ് ഇതിൽ ലീഡിംഗ് ആക്ടർ ആയിട്ട് വന്നിട്ടുള്ളത്. അശ്വിൻ കുമാർ ഉണ്ട്, അതുപോലെ തന്നെ റെബ മോണിക്ക ഉണ്ട്, പിന്നെ പ്രിയങ്ക സായി ഉണ്ട്, നമിത പ്രമോദ് ഉണ്ട്, സൈജു ഗ്രൂപ്പ് ഉണ്ട്. സോ ഈ ഒരു സിനിമ മലയാളത്തിലാണോ തമിഴിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ കഥാപശ്ചാത്തലം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചെന്നൈയിലായതുകൊണ്ട് തന്നെ ഇത് ഇപ്പം തമിഴിൽ കണ്ടു കഴിഞ്ഞാലും മലയാളത്തിൽ കണ്ടു കഴിഞ്ഞാലും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിന്റെ ആ ഒരു ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇടയ്ക്ക് തമിഴ് കയറി വരുന്നുണ്ട്, ഇടയ്ക്ക് മലയാളം വരുന്നുണ്ട്. സോ ചെന്നൈയിലാണ് ബേസിക്കലി ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് പിന്നെ തമിഴും മലയാളവും നല്ല രീതിയിൽ അറിയുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലെ. സോ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണർ സിനിമയാണ്, എന്നാൽ ഇമോഷണലി കൂടി കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. എന്നാൽ ഹൊറർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൊറർ എലിമെന്റുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. OTT-യിൽ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ പോയി കാണുക. ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അത്യാവശ്യം ഒരു ഡീസെന്റ് വാച്ചബിൾ മൂവി തന്നെയാണ് ഈ ഒരു രജനി എന്ന് പറയുന്ന സിനിമ. സോ സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ സിനിമയിൽ സഹോദര ബന്ധങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി പറയുന്നുണ്ട്. ഇപ്പൊ നമിത പ്രമോദും അതുപോലെ തന്നെ കാളിദാസ് ജയറാമും സഹോദരി സഹോദരന്മാരാണ്. അതുപോലെ തന്നെ ഇപ്പം ഇതിൽ നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്ന പ്രിയങ്ക സായിയുടെ ക്യാരക്ടറും അവരുടെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്ന ക്യാരക്ടറാണ്. അവരും ബ്രദേഴ്സ് എന്നുള്ള രീതിയിലാണ്. സോ സിനിമ കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ ആരുടെ ഭാഗത്ത്, അതായത് സിനിമ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകന് ചിന്തിക്കുന്നത് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും. ഇതിപ്പം അവര് ചെയ്തതിൽ തെറ്റ് പറയാൻ നമുക്കുണ്ടോ എന്നുള്ള രീതിയിൽ, അതായത് രണ്ട് ഭാഗത്തും നമുക്ക് തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു സിനിമ അല്ലെങ്കിൽ സിനിമയുടെ പേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പം ആ ഒരു കൊലപാതകം അവിടെ അനിവാര്യമായിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണറൊക്കെ കാണുമ്പോൾ അതിൽ മരിച്ചു കിടക്കുന്ന ആൾക്ക് നീതി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയല്ലേ നമ്മൾ പോവുക. അപ്പം പക്ഷെ ആ സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ആ വ്യക്തി ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലും ഈ ഒരു സിനിമ പോകുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കി എനിക്ക് തോന്നിയത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യമാണ്. അതായത് ഏത് പക്ഷത്താണ് ശരി, ഏത് പക്ഷത്താണ് തെറ്റ് എന്നുള്ള രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളും വരുന്നത്. അന്യായ മേക്കിംഗ് ആണ്, നല്ല മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിലെ നൈറ്റ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചവരുടെ മീൻസ് ഓരോ ക്യാരക്ടറും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത്. നെഗറ്റീവ് റോൾ ചെയ്ത പ്രിയങ്ക സായി ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അവരുടെ ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവസാനം വരുന്ന ക്ലൈമാക്സ് സീനിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള മേക്കിംഗ് ഉണ്ട്. പിന്നെ സൈജു ഗ്രൂപ്പിനാണെങ്കിൽ ഈ സിനിമയിൽ ആദ്യം തന്നെ അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിലൂടെയാണ് സിനിമ ബിൽഡ് ചെയ്ത് പോകുന്നതെങ്കിലൊക്കെ കൂടിയും മീൻസ് ഒരുപാട് അഭിനയിച്ച് തകർക്കാനുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കിട്ടിയ സീൻ അടിപൊളിയായിരുന്നു. പിന്നെ കാളിദാസ് ജയറാമിന്റെ ഒരു ഇതാണെങ്കിലും പിന്നെ പോലീസുകാരനായിട്ട് വന്ന അശ്വിൻ കുമാറിന്റെ ആ ഒരു അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം അടിപൊളിയായിട്ട് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അശ്വിൻ കുമാർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു സിനിമ OTT-യിൽ നിങ്ങൾക്ക് കാണാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനേക്കാൾ ഉപരി അതെ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ഒരു സിനിമയിൽ നടക്കുന്നത്. പക്ഷെ എന്നാൽ കൂടി ഇതിൽ കുറച്ച് വേറൊരു എലമെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മീൻസ് ഹൊറർ എലമെന്റ് പോലെ നമുക്ക് ചിലപ്പോൾ പേടിയാവും, ശരിക്കും ഇത് പ്രേതാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. സോ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലുള്ള OTT മൂവി റിവ്യൂസിന്റെ റിവ്യൂ അല്ലെങ്കിൽ OTT മൂവീസ് കണ്ടതിന് ശേഷമുള്ള റിവ്യൂസ് നമ്മൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അടിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.